ഹേയ് മച്ചാമാരെ, അപ്പൊ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മളങ്ങനെ റോഡ് ടു 6K ആവാൻ പോവുകയാണ്, ആവിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് രാത്രി ഒരു നൈറ്റ് 7:30 കഴിഞ്ഞ് 8 മണി ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും കോ മാച്ചുകളും കാര്യങ്ങളൊക്കെ കളിക്കാം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്താ പറയുക, ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു 500 ലൈക്കോളം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാം ലൈക്ക് അടിക്കുക. അതുപോലെ ഗൈസ് എന്താ പറയുക, ഈ ഒരു ട്രിക്ക് കൊനാമിക്ക് എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. രാവിലെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഷോർട്ട് ടൈം ബാക്ക് ഒക്കെ ഫ്രീ തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറെ പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മാച്ച് പാസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഗൈസ്, അപ്പൊ നമ്മുടെ ഇങ്ങനെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ അവന് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പൊ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് ട്രിക്കിലോട്ട് കിടക്കാം. 2 ട്രിക്കും ഇന്ന് ഇടുന്നുണ്ട് ഗൈസ്. ഡേവിഡ് വില്ലേനെയാണ് ഡേവിഡ് വില്ല നമുക്ക് കിട്ടുന്ന ഒരു ട്രിക്കും, അതുപോലെ നമ്മുടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ ഉറപ്പായിട്ട് ട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടൈമിന് ട്രിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിട്ട് കിടക്കാം. അതിന് മുമ്പായി ഗൈസ് കുറച്ച് പേര് പറഞ്ഞാലും നമ്മളോട് രാവിലെ ലൈവ് ഇടാൻ പറ്റുമെന്ന്. അപ്പം മച്ചാമാരെ ഉറപ്പായിട്ടും പറ്റുകയാണ്, ഉറപ്പായിട്ട് ഞാൻ ഇടാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ലൈവ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് നൈറ്റ് എന്തായാലും 8 മണിയാകുമ്പോൾ നമ്മൾ ലൈവ് ഉണ്ടാവും. അപ്പൊ ഉറപ്പായിട്ടും എല്ലാവരും വരിക കേട്ടോ ഗൈസ്. അപ്പൊ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ ഗൈസ് എന്താ പറയാ, ഉറപ്പായിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ നമ്മുടെ മിഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കും ഒബ്ജക്റ്റീവ്സ്. കാരണം വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയി കഴിഞ്ഞാൽ മൊത്തം 26 ട്രൈ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എല്ലാവരും എനിക്ക് തോന്നുന്നു 12 ട്രൈ എങ്ങാണ്ടല്ലോ ചെയ്തിട്ടുള്ളൂ. അപ്പം ബാക്കിയെല്ലാം ഏകദേശം ഞാൻ കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ ഒന്നും പോലും വേണ്ട, നിങ്ങൾക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ ഒരു വഴിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. കാരണം എന്താ പറയുക, നിങ്ങൾ അതുപോലെ തന്നെ സ്കിപ്പ് അടിക്കണം കേട്ടോ ഗൈസ്. കാരണം വേറെ ഒന്നുമില്ല, ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ഒന്ന് ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇടയിൽ നിന്ന് ട്രിക്ക് പോയി കഴിഞ്ഞാൽ പണിയോ. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഫെസ്റ്റീവ് ജേണിയാണ്. ഞാനിത് എന്തിനാ കാണിക്കുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല, കുറെ ഫ്രണ്ട്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കുറെ പേര് ഓൾറെഡി ഇപ്പോഴും 500 കോയിൻ കിട്ടുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ദിവസം ബ്രോയാണ് പറഞ്ഞത്. അതായത് വേറെ ഒന്നുമല്ല ഗൈസ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഡെയിലി കയറിയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെ 500 കോയിൻ വന്നത് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് നിങ്ങൾ എന്താ വെച്ചാൽ മാച്ച് സെറ്റിംഗിൽ പോയി ലെജൻഡ് ഇട്ടാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം. ഒരു 10 രൂപ മാച്ച് ആകുമ്പോഴത്തേനും ഫുള്ള് കംപ്ലീറ്റ് ആക്കാം. മറ്റേന്ന് വെച്ചാൽ കുറെ കളിച്ചുകൊണ്ടിരിക്കണം. അത് ഇട്ടാൽ മതി കേട്ടോ. നല്ല ടീം ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളി തീർക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ അങ്ങനെ ട്രിക്ക് ചെയ്യാൻ പോകണം. എന്തായാലും എൻ്റെ ഇപ്പോൾ 422 കോയിൻ ഉണ്ട്. എനിക്കിനി കുറച്ച് മാച്ചും കാര്യങ്ങളൊക്കെ കളിക്കാനുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ ബ്രസീലിയൻ ലീഗിന്റെ ഷോർട്ട് ടൈം ഫ്രീ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, കൊനാമിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. സംഭവം ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആണെങ്കിൽ ന്യൂ ഇയർ സ്പെഷ്യലാണ് അവർ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് എൻ്റെ മറ്റൊരു അക്കൗണ്ടിൽ ഗൈസ് എനിക്ക് ഫ്രീ ട്രയലും ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് ഒരു കാർഡ് കിട്ടിയായിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാനത് ഇതിലോട്ട് ഉൾപ്പെടുത്തുന്നില്ല, ഞാനത് സെപ്പറേറ്റ് വേറെ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ്, ഇത് ഒന്നാമത് എന്താ വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണണേ. വേറെ ഒന്നുമില്ല, സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ ചാൻസ് കുറയും. അതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഞാൻ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, ചിലവരുടെ ചിലപ്പം ഇങ്ങനെ 4 ആയിട്ടായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ 3 ആയിട്ടായിരിക്കും. അത് പല ഫോണിന്റെ ഇതിന്റെ അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് നമ്മുടെ എല്ലാം പോകണ്ട, ഒരു ഹാഫ് വരെ അടി വരെ വെറുതെ പോയിട്ടൊന്ന് ജസ്റ്റ് മേളിലേക്ക് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ പാക്കുമായിട്ട് കുറച്ചു നേരം പ്രൊബിലിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ എസ്റ്റാവായ ഇല്ലേ 17 ഏജുള്ള RWF ഗൈസ്, ഇതിനങ്ങനെ ഗെയിം പ്ലാൻ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ അതിനുശേഷം ഞാൻ എന്താ പറയാ, നമ്മുടെ എന്താ പറയാ ഗൈസ്, നിങ്ങൾ എന്താ പറയാ കുറെ എപ്പിക്കുള്ള ഗെയിം പ്ലാൻ ഇട്ടുണ്ട്, അല്ലാത്ത ബേസ് ആയിട്ടുള്ള കുറച്ച് ഇട്ടാൽ മതി ഗൈസ്. അതിനുശേഷം ഞാനിതാ ജസ്റ്റ് നമ്മുടെ എല്ലാം നോക്കുകയാണ്. കാരണം നിങ്ങൾ ജസ്റ്റ് ഗൈസ് ആരും സ്പീഡിൽ ഇത് ചെയ്യേണ്ട. കാരണം എന്താ പറയുക, പെട്ടെന്ന് അടിച്ചു വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ളൊരു പ്രോബബിലിറ്റി കുറയും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫ്രീ ട്രൈ ആയിട്ട് കൂടെ ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണില്ലേ, ഉറപ്പായിട്ടും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ എസ്റ്റോവ എന്ന് പറഞ്ഞ പ്ലെയറിനെ ജസ്റ്റ് ഞാൻ കണ്ടു. അതിനുശേഷം ആ തൊട്ടടുത്തുള്ള ഒരു പ്ലെയർ അല്ലേ 81 CB വിറ്റാവോ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഫോർഡ്, അവനെ എടുക്കുന്നു. ഇതേപോലെ ഗൈസ് അവനെ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക എല്ലാം നോക്കുക ഗൈസ്. ഞാൻ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുക ഗൈസ്, ഇതിൽ കിട്ടുന്ന ഒരു ട്രിക്കാണ് ഗൈസ് ഞാൻ എല്ലാവർക്കും പറഞ്ഞിരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ചിലപ്പം ഓരോ അക്കൗണ്ടിന്റെ ഇതായിരിക്കും. കാരണം ചിലപ്പോൾ കിട്ടാത്ത നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സ്നൈജറിനെ പിന്നെ വില്ലയില്ലേ, കുറെ പേർക്ക് വില്ലേനെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ ബ്രോയ്ക്കൊക്കെ വില്ല കിട്ടി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പലർക്കും ഇതിന്റെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, പിന്നെ കഴിഞ്ഞ ദിവസം റൂമീനെ കിട്ടി, ഫിഗോയിനെ കിട്ടി, സാവിനെ കിട്ടി. അതാ ഞാൻ പറഞ്ഞത്, ഓരോ അക്കൗണ്ടിന് അനുസരിച്ച്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും ഒരു ട്രിക്കെങ്കിലും ചെയ്ത് നോക്കുക. അതിന് ശേഷം കഴിഞ്ഞ് ഞാൻ CF ഇല്ല 81 സുവാറസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലെയറിനെ എടുക്കുന്നു ഗൈസ്. പിന്നെ നിങ്ങൾ ഓൾറെഡി 900 ഒന്നും ആരും ഫസ്റ്റ് കൊടുക്കണ്ട. കാരണം ചിലപ്പോൾ കിട്ടിയവരുണ്ട്, പക്ഷെ 900 കൊടുക്കേണ്ടതാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറെ കോയിൻ ഉണ്ടെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ സോറസിനെ എടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഇതേപോലെ
നമ്മളെല്ലാം ടാപ്പ് ചെയ്യാണ് ഗൈസ്. നമ്മുടെ ഔട്ട്സൈഡ് കളറാണ് ഗൈസ്. കുറച്ച് ക്ഷമയുള്ള സംഭവമാണ്, എന്നാലും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ സ്കിപ്പ് അടിച്ച് കാണുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഏതാ സ്റ്റെപ്പ് ചിലപ്പോൾ മാറിപ്പോയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കിട്ടാനുള്ള ചാൻസ് നിങ്ങളുടെയാണ് കുറയുന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഗൈസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞുള്ളൂ. ഓക്കെ ഗൈസ്, അതിനുശേഷം നമ്മുടെ AMF ഇല്ലേ അത് ഇടുക കേട്ടോ. GDR കെറ്റാന്ന് പറഞ്ഞിട്ടുള്ള ഹോൾ പ്ലെയർ ഇതേപോലെ പോവുകയാണ് ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. കുറച്ച് ടൈംലി പ്രോസസ് ആണ്, പക്ഷേ ഉറപ്പായിട്ട് ഞാൻ 2 ട്രിക്കും അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടാട്ടോ ഗൈസ്. നമ്മൾ എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ ഒന്നും ടച്ച് ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് എല്ലാം സ്ക്രോൾ ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഡേവിഡ് വില്ലനെ കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, ഡബിൾ ടച്ച് ആണ്. അതുപോലെ തന്നെ ഗൈസ് എന്തായാലും നമുക്ക് കൊനാമിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം ഈ ഫുട്ബോളിന്. ഓക്കെ അവരെന്തായാലും കുറച്ചൊക്കെ തരുന്നുണ്ട് ഇപ്പോൾ ഗൈസ്. അപ്പോൾ അതിനുശേഷം ഞാനിതാ ബാക്ക് ഇറങ്ങുകയാണ്. ഏകദേശം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 3 പ്രാവശ്യം ക്യാൻസൽ അടിക്കുകയാണ്. അതിനുശേഷം 4ാമത്തെ പ്രാവശ്യം നമ്മൾ ഫ്രീ ട്രൈ അടിക്കാൻ പോകാട്ടോ ഗൈസ്. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ ക്യാൻസൽ അടിച്ചിട്ടുണ്ട്. ഇതാ റെക്കോർഡാണോ നോക്കിയാൽ അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, ചിലപ്പോൾ വീഡിയോ അല്ലേ കൊടുക്കുമല്ലോ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഫ്രീ ട്രൈ അടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കാം രാവിലെ തന്നെ നമുക്ക് ഷോർട്ട് ടൈം തരുമോ. ഓക്കെ എന്തായാലും ഗൈസ് ബേസ് ആണ് ഗൈസ്, നമ്മുടെ അക്കൗണ്ടിൽ ബേസ് ആണ് കിട്ടിയത്. അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് 100% കിട്ടുന്ന ഒരു ട്രിക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി ഈ ഒരു ട്രിക്ക് വെച്ചാണ് കുറെ പ്ലേയേഴ്സിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ യൂറോപ്യൻ ക്ലബ്ബ് എപ്പിക്ക് തുറക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതും നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ട്രിക്കാണ്. ബെല്ലറ്റീൻ എടുക്കുന്നു. ബെല്ലറ്റീൻ എടുത്തതിന് ശേഷം നമ്മുടെ സ്നൈജർ ഇല്ലേ, ഈ ഒരു സ്നൈജറിനെ നിങ്ങൾ 20 പ്രാവശ്യം ഗൈസ് ഒന്ന് ടാപ്പ് ചെയ്യുക. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളൂ, കാരണം വേറെ ഒന്നുമില്ല ഗൈസ്. 20 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് തൊട്ടടുത്തല്ലേയും സ്നൈജറിനെയും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കുറെ അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം ഡേവിഡ് വില്ലനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഒന്ന് എന്താ പറയുക, വേറെ ഒന്നുമല്ല, ഇത് ഉറപ്പായിട്ട് ഒന്നെങ്കിലും ചെയ്ത് നോക്കുക. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ഫ്രീ ട്രൈയിൽ നമ്മുടെ ഒരു പ്രോയ്ക്ക് ഡേവിഡ് വില്ലനെ കിട്ടിയായിരുന്നു അവന്. അപ്പം ഗൈസ് നിങ്ങൾക്കൊരു ലാഭം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എപ്പിക്കിൽ ഡേവിഡ് വില്ലനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ സെലക്ഷൻ കോൺട്രാക്ട് വരുമല്ലോ അടുത്ത ആഴ്ച, ഈ ആഴ്ച ആയിരിക്കും മിക്കവാറും വരിക. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിരിക്കും. കാരണം ഇഷ്ടമുള്ള ഒരു പ്ലെയറിനെ നിങ്ങൾക്ക് വെറുതെ എടുത്താൽ മതി. കാരണം എന്താ പറയുക, ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇതിൽ കണ്ടപ്പോൾ ബെലേറ്റിയും ഡേവിഡ് വില്ലയും സ്നൈജറുമാണ് കുറച്ച് അത്യാവശ്യം ഫോമുള്ള പ്ലെയേഴ്സ് എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെയുള്ളത് ബെലേറ്റിയാണ്. ബാക്കിയുള്ളവർ കിട്ടിയിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ, പക്ഷെ അവരും പറഞ്ഞത് നമ്മുടെ മുടി കളറടിച്ച ആരായിരുന്നു അവൻ അത്ര പോരാന്നൊക്കെ എനിക്കറിയില്ല. എന്തായാലും ഗൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ലൈവൊക്കെ സെറ്റാക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഗൈസ് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഹസാഡിന്റെ ട്രിക്ക് വെച്ചൊരു മച്ചാന് ഹസാഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാ ബാക്ക് എന്താ പറയുക നമ്മുടെ ട്രിക്കും ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ല കോയിൻ ഉള്ളവരൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഉറപ്പായിട്ടും ഗൈസ് നിങ്ങൾ പ്രീമിയം പാസും അതുപോലെ നമ്മുടെ മാച്ച് പാസ് ഒക്കെ പണ്ടത്തെ എടുക്കാത്തവർക്ക് ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട്. ഓൾറെഡി ഞാൻ എൻ്റെ വേറൊരു അക്കൗണ്ടിൽ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവന് ഞാൻ എടുത്തു കൊടുത്തായിരുന്നു. അവന് നോക്കുമ്പോൾ ഏകദേശം 530 കോയിൻ എങ്ങാണ്ടോ 250 കോയിന് ഏകദേശം 530ഓളം കോയിൻ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ 730 അങ്ങനെ ഏകദേശം നല്ലൊരു കോയിൻ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ സ്നൈജറിന് 20 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ 20 പ്രാവശ്യം ടാപ്പ് ചെയ്യണം കേട്ടോ ഗൈസ്, ആരും വിട്ടുപോകരുത്. ഓക്കെ, പിന്നെ അതുപോലെ എല്ലാവരും മിഷൻ മാക്സിമം കംപ്ലീറ്റ് ആക്കുക കേട്ടോ ഗൈസ്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾ അടുത്ത് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് മറ്റേ സെലക്ഷൻ കോൺട്രാക്ട് നഷ്ടപ്പെടും ഗൈസ്. അതിനുശേഷം നമ്മുടെ ഫ്രെഡി ഇല്ലേ ഞാൻ പറഞ്ഞ കളർ മുടി അടിച്ച് അതിന് 3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഗൈസ് നമ്മുടെ ഫ്ലെച്ചറും കൂടെ ഉള്ളൂ ഗൈസ്. ഫ്ലെച്ചറൊക്കെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്ലെച്ചർ. ഓക്കെ ഗൈസ്, അതിനുശേഷം നമ്മളിതാ ക്യാൻസൽ അടിച്ചു. ഫസ്റ്റ് സെക്കൻഡ് ക്യാൻസൽ അടിച്ചു, തേർഡ് ക്യാൻസൽ അടിച്ചു, 4th ട്രൈ നമ്മൾ എടുക്കാൻ പോകണം. അപ്പൊ നമുക്ക് നോക്കാം ഇറ്റ്സ് എപ്പിക് ഓർ നോട്ട്. ഓക്കെ ഇറ്റ്സ് എപ്പിക് ഓർ നോട്ട് ഗൈസ്. ബേസ് ആണോ? ബേസ് എടാ ബേസ് ഗൈസ്. അപ്പൊ എന്റെ അക്കൗണ്ട് ഇന്ന് അടിച്ചിട്ടില്ല, അപ്പം ബേസ് ആണ് നമുക്ക് 2ലും കിട്ടിയത്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ് മച്ചാമാര്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊബോളിറ്റി ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യമായി കാണാൻ ഉറപ്പായിട്ട് സബ് ചെയ്യാണ്ട് പോരുത്. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ഉണ്ട് ഡെയിലി ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ 8 മണിയാകുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല മച്ചാമാര്. അപ്പോൾ ലൈക്ക് അടിച്ച് പവർ ആക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ റോഡ് ടു 6K ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ് ചെയ്യുക, ആരും സബ് ചെയ്യാണ്ടിരിക്കല്ലേ മച്ചാമാര്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് കോപ്പറേറ്റീവ് മാച്ചില്ലേ, കോപ്പ് മാച്ചൊക്കെ അത് എൻ്റെ പണ്ടത്തെ പ്ലേയേഴ്സും കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്താ പറയുക കോപ്പ് മാച്ച് ആയാലും 1 vs 1 ഒക്കെ കളിക്കാം. നമുക്ക് എന്താ പറയുക നൈസ് ആക്കാം ലൈവ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് ഈ ട്രിക്ക് എടുത്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ട്രൈയെങ്കിലും ഫ്രീ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ്. കാരണം
എന്റെ അക്കൗണ്ട് പോലെ ആയിരിക്കില്ല എല്ലാവരും അക്കൗണ്ട്. അപ്പൊ ഉറപ്പായിട്ടും എന്താ പറയാ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ബ്രോ പുതിയൊരു അക്കൗണ്ട് അവൻ എടുത്തിട്ടുള്ള, അവന് കിട്ടി നമ്മുടെ ആരെയാ സാവിനെയും ഡേവിഡ് വില്ലിയനും കിട്ടി ഇതേ ട്രൈ കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത് പലരുടെ ഇതായിരിക്കും. ചിലർക്ക് എന്താ പറയാ നല്ല എപ്പിക് ഉണ്ടെങ്കിൽ അവർക്കും കിട്ടും. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് MSN പ്ലേസിൽ തന്നെ അങ്ങനെ കിട്ടി. അപ്പൊ അതൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ലൈവ് കാണുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ നാളെ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അത് ഞാൻ ഉറപ്പായിട്ട് അറിയെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ബ്രോ പറഞ്ഞ പോലെ മിഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.